إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മിൽ ഓരോരുത്തർക്കും മനപ്പാഠമുള്ള വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ എന്ന സൂറത്ത്. അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ മഹത്തരമായ 4 സുപ്രധാന കാര്യങ്ങളാണ് ആ സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സഹോദരങ്ങളെ, ഈ സൂറത്ത് മനപ്പാഠമില്ലാത്ത ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. അല്ലാഹു പറയുന്നു, വൽ അസ്ർ, കാലം തന്നെ സത്യം, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ ഒഴികെ, വഅമിലു സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ, വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് സത്യം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവർ ഒഴികെ, വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ടും. ഈ 4 മഹത്തായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ അസ്റിനെ കുറിച്ച് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് തഫ്സീറുകളിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറത ലവസിഅത്ഹും. ജനങ്ങളെല്ലാവരും ഈ മഹത്തായ സൂറത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഉറ്റാലോചിക്കുകയാണെങ്കിൽ അവർക്കത് മതിയായതാണ്. എന്നു പറഞ്ഞാൽ ഉപദേശകനായി ചിന്തിക്കാൻ, ഉൾക്കൊള്ളാൻ, നന്നാവാൻ, നന്മയിലേക്ക് അടുക്കുവാൻ, അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുവാൻ, സ്വർഗം കരസ്ഥമാക്കുവാൻ ഈ ഒരു സൂറത്ത് മതിയായതാണ്. വേറെ ചില റിവായത്തുകളിൽ നമുക്ക് കാണാം, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു സൂറത്തല്ലാതെ മറ്റൊന്നും പ്രമാണമായി അവതരിപ്പിച്ചില്ല എന്ന് വിചാരിക്കുക, എങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയായതാണ്. സഹോദരങ്ങളെ, ആ വാക്കിന്റെ വ്യാപ്തി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഈ ചെറിയ സൂറത്ത്
അതിന്റെ പാരായണത്തിലും വലിപ്പത്തിലും ആയത്തിന്റെ എണ്ണത്തിലുമെല്ലാം ചെറുതാണെങ്കിലും അതിലടങ്ങിയിട്ടുള്ള അർത്ഥമെന്നത്, ആശയമെന്നത് വളരെ വലുതാണ്. ഓരോ മുസ്ലിമും ആണും പെണ്ണും പഠിച്ചിരിക്കൽ നിർബന്ധമായ 4 കാര്യങ്ങളാണിത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെ സത്യം. അല്ലാഹു അവന്റെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യാറുണ്ട്. അത് അല്ലാഹുവാണ് അതിന്റെ സ്രഷ്ടാവ്. അല്ലാഹുവിനാണ് അതിന്റെ എല്ലാം സൃഷ്ടിപ്പും നിയന്ത്രണവും അധികാരവും എല്ലാം ഉള്ളത് എന്നറിയിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മെപ്പോലുള്ള സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ പിടിച്ചല്ലാതെ, വല്ലാഹി എന്നല്ലാതെ മറ്റൊരു സൃഷ്ടിയെയും പിടിച്ച് സത്യം ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാഹുവാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ. അല്ലാഹു അതാ കാലം തന്നെ സത്യമെന്ന് പറഞ്ഞു. അഥവാ സഹോദരങ്ങളെ, കാലമെന്ന് പറഞ്ഞാൽ നമുക്ക് അമലുകൾ ചെയ്യാനുള്ള സന്ദർഭമാണ്. കാലവുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 2 രൂപത്തിലായിരിക്കും. ഒന്നല്ലെങ്കിൽ കാലം ഉപയോഗപ്പെടുത്തിയ ആളുകളായിരിക്കും, അതല്ലെങ്കിൽ കാലം നഷ്ടപ്പെടുത്തിയ ആളുകളായിരിക്കും. അഥവാ അല്ലാഹു തന്ന കാലമെന്ന നമ്മുടെ ആയുസ് എന്ന കാലഘട്ടം അത് ശരിയായ രൂപത്തിൽ ഉപകാരപ്പെടുത്തുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. കാലത്തെ മുഴുവനും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇവിടെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് റബ്ബ് പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ അഥവാ മനുഷ്യവർഗം മുഴുവനും, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇനി പറയാൻ പോകുന്ന ആളുകൾ ഒഴികെ, ഇനി പറയാൻ പോകുന്ന വിശേഷണങ്ങൾ ജീവിതത്തിലുള്ള ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. ഏതൊക്കെയാണ് സഹോദരങ്ങളെ ആ 4 കാര്യങ്ങൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ ഒഴികെ. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം അഥവാ സത്യപ്പെടുത്തൽ. ഈമാനിന്റെ അടിസ്ഥാനമായ 6 കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടവരായിരിക്കണം. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം. വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം. വകുതുബിഹി, അല്ലാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസം. വറുസുലിഹി, അല്ലാഹുവിന്റെ റസൂലുകളിലുള്ള വിശ്വാസം. വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. വൽഖദരി ഖൈരിഹി വശർരിഹി, അല്ലാഹുവിന്റെ വിധി തീരുമാനങ്ങളിലുള്ള നന്മയിലും തിന്മയിലുമുള്ള വിശ്വാസം. ഇങ്ങനെ ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ 6 അടിസ്ഥാനങ്ങൾ ഉൾക്കൊണ്ടവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. വിശ്വസിക്കേണ്ട, വിശ്വാസമായി സ്വീകരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം ഈമാനുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ രക്ഷപ്പെട്ടു എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈമാൻ എന്നാൽ സഹോദരങ്ങളെ നാവുകൊണ്ട് പ്രഖ്യാപിക്കൽ അതിലുണ്ട്. അതുപോലെ ഹൃദയത്തിൽ വിശ്വസിക്കൽ, വിശ്വാസം ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ടവരൊഴികെ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളിൽ പ്രധാനമായും പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞു. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള അറിവ്. ഈ വിജ്ഞാനം ഉൾക്കൊണ്ട് അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുക, അതിനെ സത്യപ്പെടുത്തുക എന്നെല്ലാം ഇല്ലല്ലദീന ആമനു എന്ന ഒരൊറ്റ വാക്കിനെ നമുക്ക് ചുരുക്കി മനസ്സിലാക്കാം. അപ്പോൾ സഹോദരങ്ങളെ, ഈമാൻ ഉൾക്കൊള്ളുക അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാൻ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അല്ലാഹു പറഞ്ഞ നഷ്ടക്കാരിൽ ഉൾപ്പെടുമെന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. വഅമിലുസ് സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. കാരണം ആദ്യം പറഞ്ഞ ഈമാൻ എന്ന വിജ്ഞാനം
അത് വിജ്ഞാനമായി കൊണ്ടു നടക്കാനുള്ളതല്ല, മറിച്ച് പ്രാവർത്തികമാക്കേണ്ടതാണ്. ഈമാൻ അത് നാവുകൊണ്ട് പറയലും ഹൃദയത്തിൽ വിശ്വസിക്കലും ശേഷം അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. ഖൗലും ബിൽ ലിസാൻ വഅതിഖാദും ബിൽ ഖൽബ് വഅമലും ബിൽ ജവാരിഹി വൽ അർക്കാൻ എന്ന് ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. അതുകൊണ്ട് തന്നെ എന്റെ ഖൽബിൽ ഈമാനുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. ഈമാനുമായി ബന്ധപ്പെട്ട വിജ്ഞാനമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് അമലാക്കിയിരിക്കണം. അത് വിശ്വാസ കാര്യങ്ങളാവട്ടെ, കർമ്മങ്ങളാവട്ടെ, ആചാര അനുഷ്ഠാനങ്ങളാവട്ടെ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ, എല്ലാ അർത്ഥത്തിലും അത് അമലാക്കണം. നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയാറുണ്ട്, അല്ലാഹു തആല ഖൽബിലേക്കല്ലേ നോക്കുന്നത്, ഈമാൻ ഹൃദയത്തിലല്ലേ? സഹോദരങ്ങളെ, ഈമാൻ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ വഅമിലുസ് സാലിഹാത്ത് അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. ഈമാൻ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, അത് ശരിയായ ഈമാനാണെങ്കിൽ അത് പുറമേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും, പുറമേക്ക് പ്രകടമാകും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് പ്രവർത്തിക്കുക എന്നത്, അമലുകൾ ചെയ്യുക എന്നുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ വാക്ക് നമ്മൾ പലതവണ കേട്ട് കാണും. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും 10 ആയത്തുകൾ കേട്ടാൽ 11ാമത്തെ ആയത്ത് പഠിക്കുകയില്ല, 10 ആയത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടല്ലാതെ. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും എത്ര ആയത്തുകൾ പ്രാവർത്തികമാക്കി? ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. പറയാൻ മാത്രമുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകേണ്ട കാര്യമാണ്. വഅമിലു സാലിഹാത്ത് എന്നത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അയാൾ രക്ഷപ്പെട്ടു. കാരണം സഹോദരങ്ങളെ, പഠിച്ചിട്ട് പ്രാവർത്തികമാക്കാതിരിക്കുക എന്നുള്ളത് യഹൂദികളുടെ പാരമ്പര്യമാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചു, അവർക്ക് വിജ്ഞാനം വന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായി നബിയായി വന്നപ്പോൾ അല്ലാഹു അതിനെക്കുറിച്ച് പറയുകയാണ്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവർക്ക് ആ റസൂലിനെ സ്വന്തം മക്കളെപ്പോലെ അറിയാമായിരുന്നു, പക്ഷേ അവർ സ്വീകരിച്ചില്ല, അവർ അത് പ്രാവർത്തികമാക്കിയില്ല. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ എന്ന മുൻഗാമികളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ പ്രസിദ്ധമായ ഒരു വാക്ക് പറഞ്ഞു, മൻ ഫസദ മിൻ ഉലമാഇന ഫഫീഹി ശബഹും മിനൽ യഹൂദ്. നമ്മുടെ കൂട്ടത്തിൽ വിജ്ഞാനമുള്ള, അറിവുള്ള ഒരാൾ ഫസാദിലായി പോയാൽ, തെറ്റിപ്പോയാൽ, പിഴച്ചുപോയാൽ അയാൾക്ക് യഹൂദനോടാണ് സാദൃശ്യം. സഹോദരങ്ങളെ, ഇത് നമുക്കെല്ലാവർക്കും ബാധകമാകുന്ന വാക്കാണിത്. അഥവാ അറിവ് വന്ന് കിട്ടി എന്ന് വിചാരിക്കുക, എന്നിട്ട് നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യഹൂദികളോടാണ് സാദൃശ്യപ്പെടുക. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇന്നതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട് എന്ന് കേട്ടാൽ പിന്നെ നമ്മുടെ വക ന്യായീകരണങ്ങൾ തപ്പി നടക്കരുത്. എന്റെ നാട്ടിലെ അവസ്ഥ അങ്ങനല്ലേ, ജോലി അങ്ങനല്ലേ, വീട്ടിൽ സമ്മതിക്കുന്നില്ല, അങ്ങനെയല്ല, മറിച്ച് അത് പ്രാവർത്തികമാക്കണം. ജീവിതത്തിൽ പകർത്തുന്നിടത്താണ് അള്ളാഹു പറഞ്ഞ വിജയം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ഒരു കാര്യം സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, ഇഖ്ലാസുള്ള അമലായിരിക്കണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അള്ളാഹു അല്ലാത്തവർക്കോ അതല്ലെങ്കിൽ റിയാ, ലോകമാന്യത കലർന്ന അങ്ങനെ ഒരു നിലക്കും കളങ്കപ്പെടാത്ത കർമ്മമായിരിക്കണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഈ 2 നിബന്ധനകളും യോജിച്ചാലാണ് ഒരു കർമ്മം സൽക്കർമ്മമാവുക. ചില ആളുകൾ കർമ്മങ്ങൾ ചെയ്യും, പക്ഷേ ഇഖ്ലാസ് പൊളിഞ്ഞുപോയിട്ടുണ്ടാകും. ഒന്നല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയായിരിക്കും, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ കാണിക്കുവാൻ വേണ്ടിയായിരിക്കും. ആളുകൾ കാണട്ടെ, കേൾക്കട്ടെ, നല്ലത് പറയട്ടെ, എന്നെപ്പറ്റി പുകഴ്ത്തട്ടെ
എന്ന ചിന്ത മനസ്സിൽ വന്നാൽ അതോടുകൂടി ഇഖ്ലാസ് പൊളിഞ്ഞുപോയി. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇഖ്ലാസ് പൊളിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോലെ ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇനി ഒരാൾ ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നത്, നല്ല ഇഖ്ലാസ് ഉണ്ട്, പക്ഷെ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, അവിടുന്ന് പഠിപ്പിക്കാത്ത വല്ലതുമാണ് എന്ന് വിചാരിക്കുക. നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് വിചാരിച്ച് തോന്നിയത്, ആരെങ്കിലും പറഞ്ഞത് കേട്ടത് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക, അതും അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു തആല സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടുമായിരിക്കണം. ഇങ്ങനെ അമലു സ്വാലിഹാത്ത് ചെയ്തവർ അള്ളാഹു അറിയിക്കുന്നു, അവർ രക്ഷപ്പെട്ടു, അവർ നഷ്ടക്കാരിൽ പെടുകയില്ല. മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും സഹോദരങ്ങളെ നമ്മുടെ സ്വന്തത്തിന്റെ കാര്യമാണ്. ഈമാൻ ഉൾക്കൊള്ളലും അതനുസരിച്ചുള്ള പ്രവർത്തനവും ഇത് നമുക്ക് ബാധകമായ കാര്യമാണ്. നമ്മുടെ നഫ്സിന്, നമ്മുടെ സ്വന്തത്തിന് ബാധകമായ കാര്യമാണ്. കാരണം ഈമാൻ ഉൾക്കൊണ്ടാൽ അതിന്റെ ഉപകാരം നമുക്കാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അതിന്റെ ഉപകാരം നമുക്കാണ്. നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന കാര്യമാണ് ആ രണ്ട് കാര്യങ്ങളും. മൂന്നാമതായി അല്ലാഹു തആല പറഞ്ഞു വതവാസൗ ബിൽ ഹഖ്. ഈമാൻ ഉൾക്കൊണ്ടു, പഠിച്ചു, അത് അമലാക്കി ശേഷം മൂന്നാമതായി ചെയ്യേണ്ട കാര്യം അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞു കൊടുക്കണം, അത് എത്തിക്കേണ്ട മേഖലകളിൽ എത്തിക്കേണ്ട രൂപത്തിൽ ഓരോരുത്തർക്കും സാധിക്കുന്ന രൂപത്തിൽ ചെയ്യണം. എല്ലാം പഠിച്ച് ആലിമുൽ അല്ലാമയായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതല്ല, അങ്ങനെ ബുദ്ധിയുള്ള ആരും പറയുകയില്ല. മറിച്ച് പറയുന്ന വിഷയത്തിൽ നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം, പറയുന്ന വിഷയം വ്യക്തമായിരിക്കണം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലം ഉണ്ടായിരിക്കണം. അതിനാണ് ദഅവത്ത്, പ്രബോധനം എന്ന് പറയുക. അത് നമ്മുടെ സ്വന്തത്തിൽ തുടങ്ങി, നമ്മുടെ വീടുകളിൽ തുടങ്ങി, നമുക്ക് സാധിക്കുന്ന മേഖലകളിലൊക്കെ നമ്മൾ ചെയ്യണം. ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് വകുപ്പില്ല. പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രൂപത്തിൽ പറയണം. പ്രബോധനം എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പക്ഷെ അത് ഓരോരുത്തർക്കും കയ്യിൽ ഒതുങ്ങുന്ന രൂപത്തിലായിരിക്കണം. വലിയ വലിയ വിഷയങ്ങൾ ചെറിയ ചെറിയ ആളുകൾ അഥവാ ഇൽമിന്റെ കുറവുള്ള ആളുകൾ കൈകാര്യം ചെയ്യരുത്. അത് അതിന്റെ ആളുകൾ കൈകാര്യം ചെയ്യുക. നമുക്ക് പറ്റിയ മേഖലകളുണ്ട്. ഉദാഹരണത്തിന് ഒരാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന, ശിർക്കിൽ അകപ്പെട്ടു പോയ, ജാറങ്ങളിലും മഖ്ബറകളിലും ചെന്ന് സുജൂദ് ചെയ്യുന്ന ഒരാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ ഏകത്വം പറഞ്ഞു കൊടുക്കണം. അതിന് ഖുർആനിലെ ആയത്ത് പഠിക്കണം, അതിന്റെ അർത്ഥം പഠിക്കണം, ഹദീസിൽ വന്ന പരാമർശങ്ങൾ പഠിക്കണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. വെറുതെ എവിടെയെങ്കിലും പോയി തല്ലുണ്ടാക്കുക, വാട്സാപ്പിൽ അടികൂടുക, ഗ്രൂപ്പുകളിൽ തല്ലുണ്ടാക്കുക എന്നതല്ല പ്രബോധനം. മറിച്ച് പറയുന്നത് പ്രാമാണികമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും മുൻഗാമികളുടെ അധ്യാപനങ്ങൾക്കനുസരിച്ച് പറയാൻ സാധിക്കണം. അത് സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, അവർക്കൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കണം ഈ സന്ദേശം. ഹക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നല്ല ദീനുള്ള ആളായിരിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുക്കുക എന്നത് വതവാസൗ ബിൽ ഹഖ് അതിൽപ്പെട്ടതാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ ബാധിക്കുന്ന വിഷയമല്ല, അവനവന്റെ പാഠമായി എന്നല്ല. മറിച്ച് മൻ റആ മിൻകുമുൽ മുൻകർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വല്ല തെറ്റും കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദിഹി, അവൻ കൈകൊണ്ടതിനെ തടുത്തുകൊള്ളട്ടെ. അഥവാ കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന മേഖലയാണെങ്കിൽ കൈകൊണ്ട് തന്നെ തടുക്കണം. നമ്മുടെ അധീനതയിലുള്ള, നമ്മുടെ കഴിവിൽപ്പെട്ട, നമുക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിൽ കൈകൊണ്ട് പിടിക്കണം. നമ്മുടെ വീടുകളിൽ തോന്നിവാസം നടക്കാണ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കല്യാണത്തിന്റെ പേരിൽ പാട്ടും കൂത്തും തോന്നിവാസങ്ങളും നടക്കുകയാണ്. അപ്പൊ ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്, കൈകൊണ്ട് പിടിക്കണം. കാരണം അത് നമ്മുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് സാധിക്കുന്ന നമ്മുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ കൈകൊണ്ട് പിടിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മക്കളുടെ വേഷം, മക്കളുടെ വസ്ത്രം മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല, മറിച്ച് കൈകൊണ്ട് തടുക്കണം, കൈകൊണ്ട് പിടിക്കണം എല്ലാ അർത്ഥത്തിലും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, ഫഇല്ലം യസ്തതി', ഇനി ഒരാൾക്ക് കൈകൊണ്ട് പിടിക്കാൻ സാധിക്കാത്ത മേഖലയാണ്, കൈകൊണ്ട് തടുക്കാൻ സാധിക്കുകയില്ല,
ഫബിലിസാനിഹി, അവൻ നാവ് കൊണ്ട് തടുക്കട്ടെ. പറയണം, പറഞ്ഞു കൊടുക്കണം. പറയാൻ പറ്റുന്ന കാലത്തോളം, പറയാൻ പറ്റുന്ന സന്ദർഭം കിട്ടുന്ന സമയത്തോളം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന് എത്ര കാലമാണ് പറഞ്ഞു കൊടുത്തത്. കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടാതെയാണ് അയാൾ മരിച്ചുപോയത്. മരിക്കുന്ന സമയത്ത് വരെ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് വരെ ഒന്ന് പറഞ്ഞു. നമ്മളാണെങ്കിലോ അവനോട് എത്ര കാലായി പറയുന്നു, ഇനി പറയാൻ പറ്റുമോ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഓ നന്നാവില്ല. അല്ല, അവസാന സമയം വരെ പറഞ്ഞു കൊടുക്കണം. എത്ര കാലം പറയാൻ സാധിക്കുന്നു അത്ര കാലം പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു നിർത്തുക എന്നുള്ളതല്ല, പറയാൻ പറ്റുന്ന സമയത്തോളം പറഞ്ഞു കൊടുക്കണം. ഒരു യഹൂദനായ ഒരു കുട്ടി മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. ആ കുട്ടി സ്വീകരിച്ചു. ഹദീസ് ചരിത്രം നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇനി ഒരിക്കലും നന്നാവൂല എന്ന് ഒരിക്കലും പറയരുത്. ഒരാളെക്കുറിച്ചും നീ ഇനി നന്നാവുകയില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. മറിച്ച് നമ്മുടെ ബാധ്യത വതവാസൗ ബിൽ ഹഖ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കണം. പറഞ്ഞു കൊടുക്കുക, ദഅവത്ത് ചെയ്യുക, പ്രബോധനം ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ച കാര്യമാണത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇല്ലം യസ്തതി', ഇനി നാവ് കൊണ്ട് പറയാൻ ഒരാൾക്ക് സാധിച്ചില്ല, ഫബി ഖൽബിഹി, ഹൃദയം കൊണ്ട് വെറുക്കുക. ഹൃദയം കൊണ്ട് വെറുത്ത് മാറി നിൽക്കാൻ സാധിക്കണം. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയാണ്. തെറ്റ് കണ്ടിട്ട് ഹൃദയം കൊണ്ട് പോലും വെറുക്കാൻ ഒരാൾക്ക് സാധിച്ചില്ല എങ്കിൽ അയാളുടെ ഈമാൻ പുനഃപരിശോധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കൈകൊണ്ട്, നാവ് കൊണ്ട്, അതല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ഒരു തിന്മ കണ്ടാൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് ആരംഭിച്ചത്. അതുകൊണ്ട് പറയുക, ദഅവത്ത് ചെയ്യുക, പ്രബോധനം ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ്. അത് നമുക്ക് സാധിക്കുന്നത് പോലെ, ഓരോരുത്തർക്കും സാധിക്കുന്നത് പോലെ അവരവരുടെ അറിവിനും കഴിവിനും അനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. ഇനി ആ പറയേണ്ടതിന് രൂപമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലതിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദ്ഉ, താങ്കൾ ക്ഷണിക്കുക, താങ്കൾ പ്രബോധനം ചെയ്യുക. ഇലാ സബീലി റബ്ബിക്, എവിടേക്കാണ് ക്ഷണിക്കേണ്ടത്? നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ ദീനിലേക്ക്. നമ്മിലേക്കല്ല, നമ്മുടെ കൂട്ടത്തിലേക്കല്ല, നമ്മുടെ ആളുകളിലേക്കല്ല, മറിച്ച് പ്രബോധനം, ദഅവത്ത് എന്നത് അള്ളാഹുവിലേക്കായിരിക്കണം, റബ്ബിന്റെ മാർഗത്തിലേക്കായിരിക്കണം. ഒരു നന്മ പറഞ്ഞു കൊടുത്തു, അയാൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അയാൾ നമ്മളൊപ്പം തന്നെ വന്നിട്ട് നന്നാവണം എന്നല്ല. അയാൾ ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും ഖുർആനിലും സുന്നത്തിലും സലഫുകളുടെ മുൻഗാമികളുടെ അധ്യാപനത്തിലും വന്നിട്ടുള്ളതുപോലെ ജീവിച്ചാൽ മതി. അതാണ് അതിന്റെ മാനദണ്ഡം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. എങ്ങനെ ക്ഷണിക്കണം? തോന്നിയതുപോലെ ക്ഷണിക്കുക എന്നുള്ളതല്ല. ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി, അഥവാ വൈജ്ഞാനികമായ ക്ഷണമായിരിക്കണം. ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുപോലെ തന്നെ യുക്തിപൂർണമായിരിക്കണം. പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടത് പോലെ പറയണം. ചില സമയത്ത് മാന്യമായി പറയണം, ചില സമയത്ത് ഒരൽപ്പം ദേഷ്യം കൊണ്ട് പറയണം. ഇങ്ങനെ ഓരോ സ്ഥലത്തും അതിന്റെ ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തോടുകൂടി പറയേണ്ടത് പറയണം. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശമായിരിക്കണം. പറയുന്നത് ഹക്കാണ്, പക്ഷേ പറയുന്ന രൂപം മാറിപ്പോയാൽ അത് പ്രശ്നമാണ്. ഞാൻ പറയുന്ന സത്യമാണ്, വേണമെങ്കിൽ കേട്ടാൽ മതി എന്നല്ല. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശമായിരിക്കണം. ആ ഉപദേശം കേട്ടാൽ ഒരാൾക്ക് ദീനിലേക്ക് വരാൻ, സത്യത്തിലേക്ക് വരാൻ തോന്നണം. നമ്മളെ കണ്ടിട്ട് ആളുകൾ ദീനിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. മാന്യമായ സ്വഭാവ ഗുണത്തിലൂടെ ദഅവത്ത് ചെയ്യണം. പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. അത് പുറത്തുള്ള ആളുകളോടായാലും ശരി, ഉള്ളിലുള്ള ആളുകളോടായാലും ശരി. നമ്മൾ വീടുകളിലായാലും മക്കളോട് പറയുന്ന രീതിയുണ്ട്, പറയാൻ രീതിയുണ്ട്. ഭാര്യയോട് പറയാൻ രീതിയുണ്ട്, സഹോദരങ്ങളോട് പറയാൻ രീതിയുണ്ട്, മാതാപിതാക്കളോട് പറയുന്നതിന്റെ രീതിയുണ്ട്, ഓരോരുത്തരോടും പറയുന്നതിന്റെ രീതിയുണ്ട്. ബഹുമാനത്തോടുകൂടി പറയേണ്ടവരോട് അങ്ങനെ പറയേണ്ടി വരും. ഇങ്ങനെ നല്ല സംസാരമായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, ഓ നബിയെ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് ലിൻതലഹും, താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത്,
താങ്കളെങ്ങാനും കഠിന ഹൃദയനും പരുഷ സ്വഭാവക്കാരനുമായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുനിന്നും അവർ മാറിപ്പോവുമായിരുന്നു, കൂടെ ഇരിക്കുകയില്ല, കേൾക്കുകയില്ല. പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം, നല്ല സ്വഭാവത്തിൽ പറഞ്ഞു കൊടുക്കണം, നല്ല സംസാരമായിരിക്കണം, മാന്യമായിരിക്കണം. അത് കണ്ടിട്ടാണ് ആളുകൾ സത്യം സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രബോധന മേഖലയിൽ നമുക്ക് ഏറ്റവും നല്ല ഉത്തമ മാതൃകയാണ്. അവിടുത്തെ സ്വഭാവം കണ്ടിട്ട് മാത്രം ഇസ്ലാമിലേക്ക് വന്ന എത്രയോ ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. ചെറിയ കിതാബ് വരെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ സ്വഭാവം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം മാത്രം ക്രോഡീകരിക്കപ്പെട്ടത്, സ്വഭാവം കൊണ്ട് മാത്രം. സുമാമത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന രംഗം വളരെ മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തുടർച്ചയായി ഇസ്ലാം സ്വീകരിക്കുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 3-ാമത്തെ ദിവസം അയച്ചുവിട്ടു. ആ ഓരോ ദിവസവും അവിടുത്തെ ആ കരം കൊണ്ട് പാല് കറന്നു കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അത് കുടിക്കും. ആദ്യത്തെ ദിവസം ഇല്ല, പറ്റൂല എന്ന് പറഞ്ഞു. 2-ാം ദിവസം പറ്റൂല എന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം പറ്റൂല എന്ന് പറഞ്ഞു. അയച്ചുവിടാൻ പറഞ്ഞു. പോയി കുളിച്ച് തിരിച്ചു വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സഹോദരങ്ങളെ വളരെ ഗംഭീരമാണ്. നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട വാക്കുകളാണവ. എന്നിട്ട് അദ്ദേഹം ഷഹാദത്ത് ചൊല്ലുകയാണ്. എത്ര ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. പറഞ്ഞു കൊടുക്കുമ്പം വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശമായിരിക്കണം, നല്ല സംസാരമായിരിക്കണം, മാന്യമായിരിക്കണം. ആ സംസാരത്തിന്റെ രീതി വരെ അല്ലാഹു തആല അറിയിക്കുകയാണ്. പ്രബോധനം എന്നത് നമുക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഇനി ജിദാൽ സംസാരിച്ച് അങ്ങനെ ആശയ സംഭാഷണം വേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ ചില ആളുകൾക്ക് അവർ പഠിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ടാവും, അപ്പൊ അത് കേൾക്കേണ്ടി വരും. അത് പറഞ്ഞ് കേട്ട് അങ്ങനെ അവരോട് മാന്യമായി സംസാരിക്കണം. ഇന്ന് സഹോദരങ്ങളെ, വാട്സാപ്പുകളിൽ സോഷ്യൽ മീഡിയകളിൽ ദഅവത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന എന്താണ്? തുടക്കം അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും കൊണ്ടാണെങ്കിലും പിന്നെ നടക്കുന്ന എന്താ? പിന്നെ അവന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും അതുപോലെയുള്ള വിഷയങ്ങളിലേക്കും മാറിപ്പോവുകയാണ്. അതല്ല ദഅവത്ത്. വൈജ്ഞാനികമായി നല്ല ഉപദേശത്തോടെ നല്ല സംസാരത്തോടുകൂടി അങ്ങനെ നല്ല രൂപത്തിൽ സംവദിച്ച്, അതാണ് ദഅവത്ത്. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനറിയാം. ആയത്തിന്റെ ബാക്കി നമുക്ക് കാണാം. ആർക്കാണ് ദലാലത്ത് വഴികേട് യോജിച്ചത് അവർക്ക് മാത്രമേ അള്ളാഹു അത് നൽകുകയുള്ളൂ. ആർക്കാണ് ഹിദായത്ത് യോജിച്ചത് അവർക്കത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. ഒരാളെയും ഹിദായത്തിലേക്ക് വലിച്ചുകൊണ്ടുവരിക എന്നത് നമുക്ക് സാധിക്കുകയില്ല. ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഹിദായത്തിലേക്കുള്ള മാർഗം അത് നൽകാൻ നമുക്ക് സാധിക്കും. ഖുർആനും സുന്നത്തും പറഞ്ഞു കൊടുക്കുക. അഥവാ വതവാസൗ ബിൽ ഹഖ് ആണ് പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ വിശ്വസിച്ച, നമ്മൾ പഠിച്ച, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. വതവാസൗ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ, സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെ സത്യം, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരൊഴികെ. നാലാമതായി അല്ലാഹു പറഞ്ഞു വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും. അഥവാ സഹോദരങ്ങളെ, മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നാലാമത്തെ കാര്യം. ഈമാൻ ഉൾക്കൊള്ളാൻ ക്ഷമ വേണം. അഥവാ ഈമാൻ എന്താണെന്ന് പഠിക്കാൻ ക്ഷമ വേണം. ആ ഈമാൻ ഉൾക്കൊള്ളാൻ ക്ഷമ വേണം. അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചതിന്റെ പേരിൽ, അള്ളാഹു മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്
എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അള്ളാഹുവിന്റെ ദീൻ പാലിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഇതിനൊക്കെ സബ്ർ വേണം, ക്ഷമ വേണം. പഠിക്കാനും പ്രാവർത്തികമാക്കാനും എന്നിട്ടത് പറഞ്ഞു കൊടുക്കാനും സബ്ർ വേണം, ക്ഷമ വേണം. 3 കാര്യങ്ങൾക്കും ക്ഷമ വേണം. ഓരോന്നും പഠിച്ചെടുക്കുക, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചെടുക്കുക എന്നുള്ളത് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ക്ഷമയോടുകൂടി കേൾക്കണം, കേട്ട് പഠിക്കണം, ഈമാനികമായ വർധനവ് ഉണ്ടാക്കണം. അതിന് ക്ഷമ വേണം. സഹോദരങ്ങളെ, തിരക്ക് പിടിച്ച ഈ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ ജീവൻ ഇല്ലാതെയായി പോയേക്കാം, അഥവാ നമ്മൾ മരിച്ചു പോയേക്കാം. ആ മരണാനന്തരം രക്ഷപ്പെടാനുള്ള 4 കാര്യങ്ങളാണ് അല്ലാഹു തആല സൂറത്തുൽ അസ്റിലൂടെ നമ്മെ അറിയിക്കുന്നത്. 4 കാര്യങ്ങൾ കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും അത് 4ഉം ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈമാൻ ഉൾക്കൊള്ളാൻ, അത് പ്രാവർത്തികമാക്കാൻ ക്ഷമ വേണം. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ ആളുകൾ പരിഹസിച്ചേക്കാം, ആളുകൾ കുത്തുവാക്കുകൾ പറഞ്ഞേക്കാം. അതിന് ക്ഷമ വേണം, ക്ഷമിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന അത് സ്വീകരിക്കാൻ ക്ഷമ വേണം. അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. അതുപോലെ അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങൾ, അതിൽ ക്ഷമ വേണം. ഇതിനൊക്കെ ക്ഷമ ആവശ്യമാണ്. ഇനി ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴോ അതിനും ക്ഷമ വേണം. നേരത്തെ പറഞ്ഞതുപോലെ സൗമ്യമായി, മാന്യമായി, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ക്ഷമ ആദ്യം വേണം. ഇനി പറഞ്ഞു കൊടുത്താൽ സഹോദരങ്ങളെ, പച്ച പരവതാനി വിരിച്ച് പൂച്ചെണ്ടുകളും ബൊക്കകളും നമ്മെ കാത്തി നിൽക്കുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീൻ അത് പച്ചയായി പറഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ നേരിട്ട പ്രയാസങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല അറിയിച്ചിട്ടുണ്ട്. എല്ലാ നബിമാരും കടന്നു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ് കടന്നു വന്ന എല്ലാ നബിമാരും, ഓരോ നബിമാർക്കും തങ്ങളുടെ സമൂഹത്തിൽ നിന്നും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. ഹക്ക് പറഞ്ഞാൽ വതവാസൗ ബിൽ ഹക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ഹക്ക് സത്യം അത് പറഞ്ഞാൽ പ്രയാസമുണ്ടാകും. ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ വീട്ടിൽ നിന്ന് പ്രയാസം ഉണ്ടാകും, അതുപോലെ കുടുംബത്തിൽ നിന്നുണ്ടാകും, നാട്ടിൽ നിന്നുണ്ടാവും. പരിഹാസങ്ങൾ എമ്പാടും നമ്മൾ കേൾക്കേണ്ടി വരും. ക്ഷമ വേണം, ഇട്ടെറിഞ്ഞു പോവലല്ല. ഇനി ഏതായാലും എല്ലാരും ഇങ്ങനെ പറയുന്നല്ലേ, എല്ലാരും കൂടുതൽ നോക്കുമ്പോൾ എല്ലാരും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ഇനിയിപ്പോ നമ്മളും അങ്ങനെ തന്നെ അയക്കാം. അല്ല, മറിച്ച് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ദീൻ മരണം വരെ മുറുകെ പിടിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് ക്ഷമയോടുകൂടി നേടിയെടുക്കേണ്ട കാര്യമാണ്. ക്ഷമ അവലംബിക്കണം. അതാണ് അള്ളാഹു തആല അറിയിച്ചത്. സഹോദരങ്ങളെ, പഴയ കാലത്ത് മുൻഗാമികൾ എത്ര പീഡനങ്ങളാണ്, പ്രയാസങ്ങളാണ് ഏറ്റുവാങ്ങിയത്. അള്ളാഹുവിന്റെ നബിമാർ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അവിടുന്ന് ഹിജ്റ പോവേണ്ടി വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അതിന്റെ മുന്നേ ഒരുപാട് കാലം അവരുടെ ഇടയിൽ ജീവിച്ചില്ലേ, പക്ഷേ അവർക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറഞ്ഞപ്പോൾ പ്രശ്നമുണ്ടായി. തൗഹീദ് സ്വീകരിക്കുമ്പോൾ പലപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞാൽ, നരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ ആളുകൾ ചോദിക്കും, എന്തോടോ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. അത് നടപ്പിലാക്കുമ്പോൾ ഒരുപക്ഷെ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, പരിഹാസങ്ങൾ ഉണ്ടായേക്കാം. ക്ഷമിക്കാൻ സാധിക്കണം. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അതുപോലെ തന്നെ താടി നീട്ടി വളർത്തുമ്പോൾ, താടി വെക്കുമ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കാറുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നായാലും പുറത്തു നിന്നായാലും. പുറമെ നിന്ന് ആളുകൾ വിവരമില്ലാത്തതുകൊണ്ട്, അവർക്ക് അറിയാത്തത് കൊണ്ടും അതിനെക്കുറിച്ചുള്ള ഗൗരവമില്ലാത്തത് കൊണ്ടും ആയിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. സമുദായത്തിന്റെ അകത്ത് വെച്ച് ഈ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ ക്ഷമ അവലംബിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. എനിക്ക് പറയാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ മുകളിൽ നിന്ന് ക്ഷമിക്കണമെന്ന് പറയാൻ
എനിക്ക് വളരെ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ ക്ഷമ അവലംബിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ വിജയം. അതാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വതവാസൗ ബിസ്സബ്ർ എന്ന് പറഞ്ഞത് അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ്, പാലിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുക. 4 കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങളും എത്ര തവണ നമ്മൾ പാരായണം ചെയ്തു പോയിട്ടുണ്ട്. എത്ര നിസ്കാരങ്ങളിൽ. ചെറിയ സൂറത്താണിത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഈമാൻ, നമ്മുടെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ, അതുപോലെ നമ്മുടെ ഈ ഹഖ്, അതുകൊണ്ടുള്ള ഉപദേശവും വസിയത്തും, അതുപോലെ തന്നെ ക്ഷമയും, ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞത് ഈ 4 കാര്യങ്ങൾ രക്ഷപ്പെടാനുള്ള മാനദണ്ഡങ്ങളായിക്കൊണ്ടാണ്. രക്ഷയുടെ മാർഗമാണിത്. നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായിട്ടാണ് ഒരു ചെറിയ സൂറത്തിലൂടെ നമുക്കിത് അറിയിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ ഇതിന്റെ വിശദീകരണങ്ങൾ ധാരാളം നമുക്ക് കാണാം. എന്നാൽ വളരെ ചുരുക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതെല്ലാവരും പാരായണം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇത് പാരായണം ചെയ്യാത്ത ആരാണുള്ളത്? നമ്മൾ അറിഞ്ഞിട്ടില്ല, പാരായണം ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. നോക്കൂ, ഏറ്റവും അവസാനത്തെ ജുസ്ഇൽ ചെറിയ സൂറത്തായിട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഞാനിത് പാരായണം ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്ത് എഴുന്നേൽക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിരിക്കും, അതല്ലെങ്കിൽ പ്രതികൂലമായിരിക്കും. നിസ്കാരത്തിൽ എത്ര തവണ ഈ സൂറത്ത് പാരായണം ചെയ്തു എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ, ഓർക്കാതിരുന്നാൽ, പഠിക്കാതിരുന്നാൽ, സഹോദരങ്ങളെ, എന്തു മറുപടിയാണ് അള്ളാഹുവിനോട് നാളെ നമുക്ക് പറയാനുള്ളത്? റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ച് എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? ഈമാനും സൽക്കർമ്മങ്ങളും, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കലും ക്ഷമയും, 4 മഹത്തായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങളാക്കി, മുഅ്മിനീങ്ങളാക്കി അല്ലാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും, കുഴപ്പങ്ങളിൽ നിന്നും, ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.